ബിസിനസ് ട്രെയിനിങ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ബിസിനസ് ഓണേഴ്സ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ സ്റ്റാഫിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മര്യാദ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവർ നോക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ആംഗിളിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് കേൾക്കും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത് റിയലാണ്, യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അവരുടെ ആഗ്രഹം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളിത് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഞാൻ കൺസൾട്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒന്ന് ബിസിനസ് ഓണറുമായിട്ട് ഞാൻ സംസാരിക്കും. ഓരോ സ്റ്റാഫുമായിട്ടും ഞാനൊരു 1-on-1 സംസാരിക്കും. അപ്പോൾ ഈ 1-on-1 സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഇൻപുട്സ് കിട്ടും. അതിനകത്ത് നമുക്കൊരു പാറ്റേൺ കിട്ടും. എന്താണ് ഈ കമ്പനിയിലെ ഒരു ബ്ലൈൻഡ് സ്പോട്ട്, ഇവിടെ എന്തുകൊണ്ടാണ് ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ വിചാരിച്ച കാര്യം നടക്കാത്തത് എന്താണ്, അവിടെ ആ ഒരു ഗ്യാപ്പ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അത് ചെന്നെത്തുന്നത് ഈ ബിസിനസ് ഓണറിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കാരണം അയാളുടെ മൈൻഡ് സെറ്റ് എന്താണോ അതാണ് എപ്പോഴും ബിസിനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അയാളൊരു വളരെ ഇമോഷണൽ ബേസ്ഡ് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഈ ഡിസിഷനായിരിക്കും അയാളുടെ ഓരോ തീരുമാനത്തിലെടുക്കുക. അയാൾ ഹയറിങ്ങിലും അതുപോലെ തന്നെ ആളെ ഫയർ ചെയ്യുന്ന സമയത്തൊക്കെ ഇതേ ഡിസിഷനായിരിക്കും ഇയാൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇയാൾ ഇതേ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും അറിയാതെ തന്നെ ഒരു പാറ്റേൺ അവിടെ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇൻഡയറക്റ്റ്ലി സ്റ്റാഫിൻ്റെ മനസ്സിലും അതുണ്ടാവും. അപ്പോൾ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മൈൻഡ് സെറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലർ ഹയർ ചെയ്യുമ്പോൾ അവരെക്കാൾ സ്മാർട്ടായിട്ടുള്ളവരെ അവർ ഹയർ ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് പേടിയാണ്. കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളത്. ചിലപ്പോൾ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ അത് റിയൽ ആയിരിക്കും, കാരണം ഇതിനു മുമ്പ് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരാളെ ഭയക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. കാരണം അങ്ങനെ നമ്മളെക്കാൾ സ്മാർട്ടായിട്ടുള്ള ഒരാളെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയായിരിക്കാം ബിസിനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 10 ടാലൻറ്റിനെ ഹയർ ചെയ്യുമ്പോൾ അവിടെ 10 ബ്രെയിനാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്. അപ്പോൾ 10 ബ്രെയിനും 10 തരത്തിലുള്ള ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് പറയുന്നത് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും. അപ്പോൾ 10 തരത്തിലുള്ള ഐഡിയ നമുക്ക് പോസിറ്റീവായിട്ട് അതിനെ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഐഡിയ അവരിൽ നിന്ന് തന്നെ കിട്ടും. എസ്പെഷ്യലി പുതിയതായിട്ട് ഹയർ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് കിട്ടും. അപ്പോൾ ഇത് മിസ്സാക്കിക്കൊണ്ട് ഇവഞ്ച്വലി നമ്മൾ ഇവർ പറയുന്ന ഔട്ട് ഓഫ് ബോക്സ് പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ സ്മാർട്ടാവുന്നു നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, നമ്മളെക്കാൾ സ്മാർട്ടാവുന്നു എന്ന് തോന്നിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചില മെഷർമെൻറ്റ്സ് എടുക്കും. കാരണം ആൾക്കാർ പരസ്പരം സംസാരിക്കുന്നത് ചിലപ്പോൾ കുഴപ്പമാവും, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് ആഗ്രഹിക്കുന്ന പോലെ ഗ്രോ ചെയ്യില്ല. കാരണം നമ്മളുടെ അതേ മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും ബിസിനസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇത് തന്നെ ഉണ്ടാവും. കാരണം നമ്മളെ അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് നമ്മളെക്കാൾ സ്മാർട്ടായിട്ടുള്ള ആളുകൾ നമ്മൾ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം ആൾ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ഇൻസെക്യൂരിറ്റീസ് എന്താണ് തിരിച്ചറിഞ്ഞ് അതിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇൻസെക്യൂരിറ്റീനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറും. അപ്പോൾ ഞാനെപ്പോഴും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ബിസിനസ് ഓണർക്കും സെപ്പറേറ്റ് ഒരു മെൻറ്ററിങ് കൊടുക്കും. ഇന്ന ഏരിയാസാണ്, ഇന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം, ഇത് നിങ്ങൾ ഫിക്സ് ചെയ്തോളൂ എന്നുള്ളതുപോലെ. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നതോടുകൂടി തന്നെ അത് റിയലൈസ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് ബിസിനസ്സിന് അതിൻ്റെ റിസൾട്ട് വരും എന്നുള്ളതാണ്. പലർക്കും പലതരത്തിലുള്ള മാനേജ്മെൻറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാനും അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാനുള്ളൊരു സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ, എഗെയിൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആ ബിസിനസ് ഓണർ എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് മാറും ഈ സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമ്മുടെ റിസൾട്ടിന് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും അവർക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള കുറച്ച് സ്പേസ് കൊടുക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ പല കമ്പനീസ് ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ടൈറ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും അവരുടെ വർക്ക് ടൈം. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഉണ്ടാവുക, ലഞ്ച് ബ്രേക്ക് ഇതാണ്, കോഫി ബ്രേക്ക് എന്ന് പറയുന്നത് ഇത്രയാണ്, ആളുകൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല. പുതിയ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഈസ് ദ ന്യൂ പ്രൊഡക്ടിവിറ്റി ടൂൾ എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഹാപ്പിനെസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജോലിയിൽ വീട്ടിൽ നിന്ന് വന്നിട്ട് 8 മണിക്കൂർ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കും അവർക്ക് അവിടെ ഹാപ്പിനെസ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ജസ്റ്റ് പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരായി മാറും. അപ്പോൾ അത് ഇവഞ്ച്വലി അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയർക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. അയാളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ലോയൽറ്റി അവിടെ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ബിസിനസ് അതേ സ്റ്റേജിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിത് പറയുമ്പോൾ ചിലർക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെയും ബിസിനസ് ഡിഫറൻ്റ് ആണ്. എനിക്കതിനകത്തും അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. പക്ഷേ ഞാനിത് പറയുന്നത് സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന പല കമ്പനിയുടെയും പാറ്റേൺസ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം സക്സസ്ഫുള്ളായിട്ട് പോകുന്ന പല കമ്പനീസിനും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള സ്റ്റാഫിന് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും
അത് അക്സെപ്റ്റ് ചെയ്യാനും ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ സ്റ്റാഫിന് ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചില മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കണം. കാരണം ആ മിസ്റ്റേക്കിലൂടെയാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവഞ്ച്വലി വീണ്ടും അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള സ്പേസ് നമ്മൾ കട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് വേറെ മെത്തേഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ മെത്തേഡ്സ് നമ്മുടെ കമ്പനിയുടെ പോളിസിക്ക് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ആ മെത്തേഡ്സിൽ അവർ ചെയ്യട്ടെ. അപ്പോൾ അവരത് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ റിസൾട്ട് തരുന്നൊരു കാര്യമായിരിക്കും. അവരത് ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും കമ്പനിക്ക് അതൊരു അസറ്റായി മാറും എന്നുള്ളതാണ്. CCTV എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ സ്റ്റാഫിനെ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള, യഥാർത്ഥത്തിൽ അതല്ല കമ്പനികളിൽ പറയുന്ന ഒരു കാര്യം. CCTV എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഒരു സ്റ്റാഫിൻ്റെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡല്ല. അല്ലെങ്കിൽ അവർ അനങ്ങുന്നുണ്ടോ നീങ്ങുന്നുണ്ടോ, ആരോടാണ് സംസാരിക്കുന്നത്, ലഞ്ച് ടൈമിൽ അവർ ആരോടാണ് സംസാരിക്കുന്നത്, ചായ കുടിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു എംപ്ലോയറാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും ഗ്രോ ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാഫിനറിയാം, അവർ നിങ്ങളെക്കാൾ സ്മാർട്ടാണ്. അവർക്കറിയാം അവരെപ്പോഴും മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും അവർ നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, അവർ സാലറിക്ക് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ അവരൊരിക്കലും നിങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. കാരണം നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു എൻവയോൺമെൻറ്റിൽ ആരാണ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക? അവരിൽ നിന്ന് ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നത് തന്നെ മണ്ടത്തരമല്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു CCTV എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്യാനല്ല. പെർഫോമൻസ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് സിസ്റ്റംസിലാണ്. KPI അവരെന്താണ് അവർ പെർഫോം ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റി എന്താണ് എന്നുള്ളതിനുള്ള സിസ്റ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ സിസ്റ്റംസാണ് അവരുടെ പെർഫോമൻസിനെ പ്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഒരു CCTV വെച്ചിട്ടല്ല. അപ്പോൾ അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പല കമ്പനികളുമായിട്ട് വർക്ക് ചെയ്തപ്പോഴും അതിനകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസും അതുപോലെ തന്നെ പ്രശ്നത്തിൽ പോകുന്ന കമ്പനിയുടെ ഒക്കെ ഒരു ഡാറ്റയുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആളുകളുടെ ഫ്രീഡമാണ്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പോളിസിക്ക് അകത്ത് നിന്നുകൊണ്ട് അവർ ഫ്രീഡം എൻജോയ് ചെയ്യട്ടെ, അത് നല്ലതല്ലേ? റൈറ്റും ലെഫ്റ്റും തിരിയാൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ജസ്റ്റ് സർവൈവലിന് വേണ്ടി മാത്രം നിൽക്കുന്നു, അല്ലാതെ അവരുടെ ക്രിയേറ്റീവ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് ആ ബിസിനസ് ഓണർ മണ്ടനാണെന്ന് ഞാൻ പറയും. ടാലൻസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ഓണർ ചെയ്യേണ്ടത്. കാരണം 10 ബ്രെയിനെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ബ്രെയിൻ ഡിഫറെൻറ്റ് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്, ഡിഫറെൻറ്റ് കേപ്പബിലിറ്റീസാണ്, ഡിഫറെൻറ്റ് സ്കിൽസാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന, അവരെ ഹാപ്പി ആയിട്ട് അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ആ ബിസിനസ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നത്.